ബി.ജെ.പിയും ആം ആദ്മിയും കട്ടയ്ക്ക് പോരാടുകയാണ്. പരാതി കൊടുപ്പും ആരോപണമൊക്കെ ആയിട്ട് അങ്ങ് തകർത്താടുകയാണ് രണ്ട് പക്ഷവും. നേതാക്കളൊക്കെ തിരക്ക് പിടിച്ച ജോലിയിലുമാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ നിൽക്കുന്ന പർവേഷ് വർമ്മയ്ക്കെതിരെ AP തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസ് കൊടുത്തതും അതിൽ അന്വേഷണം ആരംഭിക്കാൻ ആവശ്യപ്പെട്ട പോലീസിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് നൽകിയതും ഒക്കെ പിന്നാലെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന രമേശ് ബിദുരിയുടെ കൺട്രോൾ ഇല്ലാത്ത നാവിന് കടിഞ്ഞാണിടാനാണ് മുഖ്യമന്ത്രി അതിഷിയുടെ തീരുമാനം. അതിനായിട്ട് രമേശ് ബിദുരിയുടെ അനന്തരവൻ കൽക്കാജി അസംബ്ലിയിലെ BJP പ്രവർത്തകർ എന്നിവർക്കെതിരെ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്തെഴുതിയിരിക്കുകയാണ് അതിഷി. കൽക്കാജിയിലെ തോൽവി ഭയന്ന രമേശ് ബിദുരിയുടെ അനന്തരവനും ബന്ധുക്കളും ഗുണ്ടായിസം നടത്തി. ഇന്നലെ വൈകുന്നേരം BJP അംഗങ്ങൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ഫലപ്രയോഗം നടത്തുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. നിരവധി സ്ത്രീ പ്രവർത്തകരോട് മോശമായി പെരുമാറിയെന്നും കത്തിലുണ്ട്. ഒരു കത്ത് ഈ ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട അർദ്ധ സൈനിക വിഭാഗത്തെ വിന്യസിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൽക്കാജി നിയമസഭാ മണ്ഡലത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയെയും കൽക്കാജി സീറ്റിംഗ് സീറ്റിൽ നമ്മൾ അതിശയം ലക്ഷ്യമിട്ട് BJP സ്ഥാനാർത്ഥി രമേശ് ബിദുരി വർഷങ്ങളായിട്ട് ജനങ്ങൾക്ക് വേണ്ടി കാര്യമായൊന്നും ചെയ്യാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണ്ഡലത്തിലെ തെരുവുകളിൽ ഓടുകയാണെന്നാണ് പലപ്പോഴും തന്റെ വൃത്തികെട്ട പരാമർശങ്ങളിലൂടെ വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള ബിദുരി. അടുത്തിടെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് തന്റെ പരാമർശങ്ങൾക്ക് ശേഷം ഖേദം പ്രകടിപ്പിച്ചിരുന്നു. കൂടാതെ അതിഷിക്ക് രണ്ടച്ഛനെന്നുള്ള പരാമർശം നടത്തിയതും അതിഷി മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞതും ഈ ബിദുരിയുടെ നാവ് കാരണമായിരുന്നു. അതേസമയം പഞ്ചാബികളെ രാജ്യത്തിന് ഭീഷണിയാണെന്ന് വിശേഷിപ്പിച്ചതിന് AP നേതാവ് അരവിന്ദ് കെജ്രിവാളിനും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മിന്നിനുമെതിരെ 50 കോടി രൂപ വീതം മാനനഷ്ട കേസ് നൽകുമെന്ന് BJP MP പർവേഷ് വർമ്മ തിരിച്ച് ആഞ്ഞടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പഞ്ചാബിൽ നിന്നും ആയിരക്കണക്കിന് കാറുകൾ ഡൽഹിയിലേക്ക് കടന്നതായിട്ട് താൻ പോലീസിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതിപ്പെട്ടിട്ടുണ്ടെന്നും ആ കാറുകളിൽ പഞ്ചാബ് മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാരും നിയമസഭാ അംഗങ്ങളും ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രചാരണത്തിൽ എത്തിയിരുന്നുവെന്നും അവരുടെ പ്രചാരണത്തിൽ തനിക്ക് പ്രശ്നമില്ല, പക്ഷേ അവർ ചൈനീസ് CCTV ക്യാമറകളും മദ്യവും പണവും വിതരണം ചെയ്ത വോട്ടർമാരെ സ്വാധീനിക്കുന്നു എന്നുമാണ് പർവേഷ് വർമ്മ ആരോപിച്ചത്. തനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് കെജ്രിവാളിനും ഭഗവത് മന്നുമെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണെന്ന് കൂടി അറിയിച്ചു. കേസിൽ വിജയിച്ചതിന് ശേഷം പണം എന്റെ മണ്ഡലമായ ന്യൂഡൽഹിയുടെ വികസനത്തിന് ഉപയോഗിക്കുമെന്നും വർമ്മ പറഞ്ഞു വെക്കുകയാണ്. കേസ് വിജയിച്ചതിന് ശേഷം പണം തന്റെ മണ്ഡലമായ ന്യൂഡൽഹിയുടെ വികസനത്തിന് ഉപയോഗിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് കേസ് നൽകുന്നത്. പർവേഷ് വർമ്മ കേസിന് ആസ്പദമായ സംഭവ ദൃശ്യങ്ങളിലേക്ക് പോകാം. हजारों की संख्या में यहाँ पे पंजाब के नंबर की गाड़ियाँ घूम रही हैं। उनमें कौन लोग हैं? यहाँ पे 26 जनवरी को मनाने की तैयारी चल रही है। यहाँ पे वो क्या ऐसा बड़ा काम करने वाले जिससे हमारी सुरक्षा व्यवस्था को खतरा हो सकता है।